അഫാൻ്റെ ലേറ്റസ്റ്റ് വാർത്തകൾ വരുന്നത് അദ്ദേഹം സാധാരണ നിലയിലായി എന്നാണ്. അദ്ദേഹം എഴുന്നേറ്റിരുന്ന് ആഹാരം കഴിക്കും, നടക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. അവിടുത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിലെ ഡോക്ടർമാരാണ് ഇപ്പം പരിശോധിക്കുന്നത്. അവർ പറയുന്നത് അഫാൻ ഇപ്പോൾ സാധാരണ നിലയിലായി എന്ന് പറയുന്നുണ്ട്. കാരണം ആ കാര്യങ്ങളെപ്പറ്റി ഓർമ്മയില്ല എന്ന് പറയുന്നത് മനഃപൂർവ്വമാണ് എന്നും പറയുന്നുണ്ട് ഡോക്ടർമാർ. ഏതായാലും അവിടെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ നിന്ന് മജിസ്ട്രേറ്റ് എത്തി അഫാൻ്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല എന്നാണ് ആ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അഫാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ സാധാരണ നിലയിലാണോ, അല്ലെങ്കിൽ സോബർ മൂഡിലാണോ, അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ലെവലിൽ എത്തിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ മജിസ്ട്രേറ്റിൻ്റെ മൊഴിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പോലീസ് ഏതായാലും മജിസ്ട്രേറ്റിനെ കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റിയും ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമിച്ചതിൻ്റെ കാരണങ്ങളെപ്പറ്റിയൊക്കെയുള്ള ഒരു മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു. അഫാന് പൂജപ്പുര ജയിലിലെ അവിടുത്തെ ശൗചാലയത്തിലുള്ള ജനൽ കമ്പിയിലാണ് തൂങ്ങിയെന്നാണ് ഇപ്പം പറയുന്നത്. അവിടെ നിന്നാണ് അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ഇപ്പോഴെന്നാൽ അദ്ദേഹം നോർമലായി എന്നുള്ളൊരു ധാരണ. നടക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും അഫാൻ എഴുന്നേറ്റ് നിൽക്കും, ഇരിക്കും, തന്നെ എഴുന്നേക്കും, തന്നെ ഇരിക്കും, അതുപോലെ തന്നെ ആഹാരവും തന്നെ കഴിക്കും. ആ നിലവാരത്തിലെത്തിയെന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. അദ്ദേഹത്തിന് ഇപ്പം വെന്റിലേഷനിൽ അല്ല, അദ്ദേഹത്തിന് ഇനിയിപ്പം ഓക്സിജൻ സപ്പോർട്ട് വേണ്ട, അദ്ദേഹത്തിനെ വാർഡിലേക്ക് മാറ്റാം എന്ന് പറയുന്നു. വാർഡിലേക്ക് ഇതുവരെ മാറ്റിയിട്ടുമില്ല. എന്തായാലും നോർമലിലേക്ക് വന്നു കഴിഞ്ഞു എന്നാണ് പുതിയ നിഗമനം. ജീവനെടുക്കാൻ ശ്രമിച്ചത്, തൂങ്ങി മരിക്കാൻ ശ്രമിച്ചതിനെ പറ്റി ചോദിച്ചപ്പോൾ ഓർമ്മയില്ല എന്ന് പറയുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഓർമ്മയില്ല എന്നാണ് പറയുന്നത്. അബോധാവസ്ഥയിലാണ് സബ് ജയിലിൽ നിന്ന് അഫാനെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചതെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ സഹതടവുകാരൻ ഒരു പ്രഥമ ശുശ്രൂഷ ഇമ്മീഡിയറ്റായിട്ട് ചെയ്തു. അവിടുത്തെ ആ വാർഡനെ പെട്ടെന്ന് പോയി കെട്ടഴിച്ചു. അതുകൊണ്ട് കുറേ സമയത്തേക്ക് തലച്ചോറിലേക്ക് രക്തസപ്ലം അല്ലെങ്കിൽ രക്തം ചെന്നില്ല. അതുകൊണ്ട് ഓക്സിജൻ്റെ കുറവ് കുറച്ച് നേരത്തിന് അദ്ദേഹത്തിൻ്റെ ബ്രെയിനിലുണ്ടായി. അതുകൊണ്ട് കുറേ മണിക്കൂറുകളോ അല്ലെങ്കിൽ 1-2 ദിവസമെങ്കിലും അബോധാവസ്ഥയിൽ കിടന്നു. പതുക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കാരണം അദ്ദേഹത്തിൻ്റെ 21-22 ചെറുപ്പം, ആരോഗ്യം അതൊക്കെ കണക്കാക്കിക്കൊണ്ട് ഡോക്ടർമാർ വിധി എഴുതി ജീവിതത്തിലേക്ക് തിരിച്ചു വരും. അദ്ദേഹത്തിൻ്റെ പൂജപ്പുരയിലെ അണ്ടർ ട്രയൽ അല്ലെങ്കിൽ UTB ബ്ലോക്കിലാണ് അദ്ദേഹത്തിനെ പാർപ്പിച്ചിരുന്നത്. ആ സെല്ലിനകത്ത് ഇയാൾ അപകടം വല്ലതും ഉണ്ടാക്കുമെന്ന് കരുതി ഒരു സഹതടവുകാരൻ, അയാൾക്ക് ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുക്കാൻ അറിയാം, അപ്പോൾ അദ്ദേഹത്തിനെ കൂടെ ആ മുറിയിൽ ആക്കിയിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് അവർക്ക് സിനിമ കാണാൻ പോകാം, വീട്ടിലേക്ക് ഒന്ന് വിളിക്കാം. അങ്ങനെ സഹതടവുകാരൻ ഫോൺ ഉപയോഗിച്ചപ്പം ഇയാൾ ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞു. ബാത്റൂമിൽ പോയി അത് സിനിമ കാണുന്നതിന് ആ സെല്ലിൽ നിന്ന് വെളിയിലിറക്കി എന്നാണ് കരുതുന്നത്. ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞാൽ ബാത്റൂമിൽ പോയപ്പോൾ അവിടെയുള്ള ഒരു മുണ്ടെടുത്ത് കഴുത്തിലിട്ട് അദ്ദേഹം തൂങ്ങി. ആ സമയത്ത് സഹതടവുകാരൻ അത് ശ്രദ്ധിച്ചു, പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് അവിടുത്തെ ഡ്യൂട്ടിക്കാരനും വന്ന് കെട്ടഴിച്ചു. അത് കിടത്തി പ്രഥമ ശുശ്രൂഷ സഹതടവുകാരൻ കൊടുത്തത് വലിയ അനുഗ്രഹമായി പോയി എന്നാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പറയുന്നത്. കുറേ സമയം ബ്രെയിനിലെ ബ്ലഡ് സപ്ലൈ ഇല്ലാതെ വന്നത് ആ സഹതടവുകാരൻ്റെ മിടുക്കുകൊണ്ട് ഇപ്പം വലിയ ഡാമേജ് വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു നിഗമനം വരുന്നത്. 5 പേരെ നമുക്കറിയാം കൊന്ന വ്യക്തിയാണ്. അത് അമ്മയെ കൊല്ലാൻ ശ്രമിച്ചിട്ട് നടന്നില്ല. അദ്ദേഹത്തിൻ്റെ അഫ്സാൻ എന്ന ഇളയ സഹോദരനെ അത് കൊന്നു. പെൺസുഹൃത്ത് ഫർസാനയെ കൊന്നു. അതുപോലെ പിതൃമാതാവ് 88-90 വയസ്സ് സൽമാ ബീവിയെ കൊന്നു. പിതൃ സഹോദരൻ ലത്തീഫിനെയും ഭാര്യ സാജിദയെയും കൊന്നു. പിതൃമാതാവ് സൽമാ ബീവിക്ക് 90 വയസ്സുണ്ടെങ്കിലും ആ സ്ത്രീയെ അവരൊരു റിങ് നേരത്തെ കൊടുത്തിരുന്നെങ്കിലും പിന്നീട് കൊന്നിട്ട് അവരുടെ കഴുത്തിൽ കിടന്ന സ്വർണ്ണാഭരണം എടുത്തുകൊണ്ട് പോയി വിറ്റു. മർഡർ ഫോർ ഗെയിൻ എന്ന് പറയേണ്ടി വരും. അത് റോബറിയുടെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. എന്തായാലും ഇതിൻ്റെ ട്രയലിന്
വേണ്ടിയിട്ട് അതിൻ്റെ കുറ്റച്ചാർജ് 3 പോലീസ് സ്റ്റേഷനിൽ നിന്നും ഈ 5 പേരെ കൊന്നതിൻ്റെ കുറ്റച്ചാർജ് കൊടുത്തു കഴിഞ്ഞു. ഇനി അത് കമ്മിറ്റ് ചെയ്ത് സെഷൻസ് കോടതിയിലേക്ക് വരും. ട്രയൽ ആരംഭിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ മാനസികമായും ശാരീരികമായും അതിനുള്ള ത്രാണി അഫ്സാൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. 23-24 വയസ്സിൽ എത്തിക്കഴിഞ്ഞു. ഏതായാലും അഫാൻ്റെ പെരുമാറ്റം ആയിട്ടായിരുന്നു എന്ന് പോലീസും ഡോക്ടർമാരും വിധി എഴുതിയിട്ടുണ്ട്. കാരണം 3 സ്ഥലത്ത് ഒന്ന് പിതാവിൻ്റെ ഉമ്മയാണ് കൊന്നത്. അതിനുശേഷം വീണ്ടും പോയി പിതാവിൻ്റെ സഹോദരനെയും ഭാര്യയെയും കൊല്ലുകയാണ്. അതിനുശേഷം അവസാനം തൻ്റെ കുഞ്ഞനിയനെ തലയ്ക്കടിച്ച് ചുറ്റിയയ്ക്കടിച്ച് കൊല്ലും. അതുപോലെ തന്നെ പെൺസുഹൃത്തിനെയും ചുറ്റിയയ്ക്ക് മുഖത്തടിച്ച് അടിച്ചടിച്ച് ആ മുഖം വെറുതെ ആക്കിയത് നമ്മൾ കണ്ടു. അത് പോലീസും അതുപോലെ ഡോക്ടർമാരും ഇതൊക്കെ പരിശോധിച്ചിട്ട് അഫാൻ്റെ പെരുമാറ്റം അസാധാരണമായ ഒരു മനുഷ്യപ്പെരുമാറ്റമായിരുന്നു. കാരണം എങ്ങനെയാണ് ഒരാളെ കൊല്ലുകയോ അല്ലെങ്കിൽ ഒരു വീട്ടിലുള്ളവരെ കൊന്നത്? ഇതങ്ങനെയല്ല, 3 വീടുകളിൽ ഉള്ള ആൾക്കാരെയാണ് കൊന്നത്. ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു അസാധാരണ പെരുമാറ്റമായി പോയി എന്നാണ് പോലീസിൻ്റെ വിലയിരുത്തൽ. അതുപോലെ തന്നെ ഡോക്ടർമാരെയും സൈക്കാട്രികളുടെയൊക്കെ വിലയിരുത്തൽ അങ്ങനെയാണ്. കൊലയ്ക്ക് കാരണം പോലീസ് ഈ കുറ്റച്ചാർജിൽ പറയുന്നത് സാമ്പത്തിക പ്രശ്നം തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിചാരം. അത് വലിയ കടബാധ്യത കാരണം ആ ബന്ധുജനങ്ങളുടെ കളിയാക്കലും ഇയാൾക്ക് പണം ലഭിക്കാനുള്ള സാധ്യത നിന്നുപോയതും എല്ലാം കൂടെ കണക്കിലെടുത്ത് കഴിഞ്ഞപ്പോഴാണ് എല്ലാവരെയും കൊന്നിട്ട് താനും ജീവനൊടുക്കാം എന്ന് കരുതിയത്. എല്ലാവരും കൊന്ന ശേഷം ഇയാൾ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങിയപ്പം വിഷം കഴിച്ചു എന്ന് പറയുന്നുണ്ട്. ആ വിഷം കാര്യമായി ഏറ്റിട്ടില്ല. പക്ഷേ സബ് ജയിലിൽ ചെന്നപ്പം അദ്ദേഹം മരിക്കണം എന്നുള്ള ചിന്ത മനസ്സിലുണ്ട്. നേരത്തെ കസ്റ്റഡിയുള്ള സമയത്ത് ബാത്റൂമിൻ്റെ മുകളിൽ കൂടെ എടുത്ത് ചാടി ഹോസ്പിറ്റലായ വ്യക്തിയാണ്. ഇപ്പം രണ്ടാമത് സബ് ജയിലിലെ വിചാരണ തടവുകാരൻ്റെ സെല്ലിനകത്തും അവിടെയും ആത്മഹത്യക്ക് ശ്രമിച്ചു. അതുകൊണ്ട് ഇയാളുടെ ചിന്ത എങ്ങനെയാണ് ഇനി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്താൽ ഉണ്ടാകുന്നത് നമുക്ക് പറയാനൊക്കില്ല. എങ്കിലും പോലീസും സബ് ജയിൽ അധികൃതരും 24 മണിക്കൂറും ഇയാളെ നിരീക്ഷിക്കുന്നുണ്ട്, ഇയാളുടെ ആരോഗ്യസ്ഥിതി നോക്കുന്നുണ്ട്. എന്തായാലും 1-2 ആഴ്ചക്കകം ഇയാളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്, ഓർമ്മശക്തി എങ്ങനെയാണെന്ന് കാണാൻ നമുക്ക് സാധിക്കും.